ഈ പരിപാടിയിലെ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനും വാർഡ് മെമ്പറുമായ ത്രിവിക്രമൻ മാഷ്, കൊടുവള്ളി AEO ഗീതാറാണി ടീച്ചർ, പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ഹമീദ് മാഷ്, മുൻ EP അബ്ദുള്ള മാഷ്, സലാം മാഷ്, മുഹമ്മദ് മാഷ്, മറ്റു വേദിയിലെ പ്രമുഖരെ, അധ്യാപകരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇവിടെ വരാനും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിലുള്ള സന്തോഷം, എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളൊക്കെ വളരെ വിപുലമായ രീതിയിൽ വാർഷികാഘോഷ പരിപാടികളും മറ്റ് പരിപാടികളും കൊണ്ടാടപ്പെടുന്നൊരു കാലഘട്ടം. പണ്ടൊക്കെ ഒരു വാർഷികാഘോഷ പരിപാടികൾ എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. വലിയ അധ്വാനമുള്ള കാര്യങ്ങളായിരുന്നു. 5ാം വാർഷികവും 10ാം വാർഷികവും അല്ലെ 25ാം വാർഷികം അങ്ങനെയുള്ള തലത്തിലായിരുന്നു നടത്തിയിരുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ പാഠ്യ പദ്ധതിയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രീതിയുടെ മാറ്റം, അത് കലാപരിപാടികളുടെ രംഗത്ത് വളരെയേറെ മാറിയിരിക്കും എന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരു യുവജനോത്സവ പരിപാടിയൊക്കെ സ്കൂളിൽ കാണും. അതിൻ്റെ ഒരു സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന മത്സരവും അല്ലെങ്കിൽ സ്കൂൾ സാഹിത്യ സമാജങ്ങളും ഒരു വാർഷികവും മാത്രമേ കാണുമായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളൊക്കെ കൂടുതലാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദി പോലെ യുവജനോത്സവത്തിന് പുറമെ വിദ്യാരംഗം കലാസാഹിത്യവേദി, ഓരോ വിഷയത്തിനും ഓരോ വേദികൾ, ക്ലബ്ബുകൾ, പരിസ്ഥിതി ക്ലബ്ബൊക്കെ സ്കൂൾ വളരെ സജീവമാണ്. ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അന്നൊന്നും ഒരു മാപ്പിളപ്പാട്ട് പഠിക്കണമെങ്കിലോ ലളിതഗാനം പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു നൃത്തം പഠിക്കണമെങ്കിലോ വലിയൊരു സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ഇന്നതല്ല, ഒരു നൃത്തത്തിനൊക്കെ വലിയ ചിലവാണ്. മാപ്പിളപ്പാട്ട് പഠിക്കാൻ വേണ്ടി 15,000 രൂപ ചിലവഴിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം, രക്ഷിതാക്കളെ എനിക്കറിയാം. അതൊക്കെ പ്രൊഫഷണലൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അത്തരമൊരു രീതിയിലാണ് കാണുന്നത്. ചാനലുകളിലൊക്കെ മത്സരങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ഒരു കാലഘട്ടം കേരളത്തിന്റെ ഗ്രാമങ്ങളിലൊക്കെ സാഹിത്യ കണ്ണിൽ മണിമാരർ ഹസൻ കുട്ടി പൂമാനം തെളിന്തുണർന്നിടുവാൻ കെട്ടി കവിതൈ പോട്ടിയിടുന്നിതാ സ്വന്തം മറിയ കുട്ടി തേനാരെയുമൈകത്തിൽ പറഞ്ഞേയ വിധമുള്ള തേടിച്ചിത്തരം കാട്ടി നടന്നോളല്ല, എനെയൊരു തമ്മാടി തറവാട്ടിൽ പിറന്നോളല്ല. വല്ലാരിക്കുടനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ, വല്ലികൾ കവിടേക്ക് വരാൻ പാടുണ്ടോ, ഉമതേ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. എനിക്ക് ബെല്ലാരിയിലേക്ക് പെണ്ണുങ്ങൾക്ക് വരാൻ ഒരുപാട് വഴിയുണ്ടോ, അഥവാ ഞാൻ അവിടെ വന്നാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? ഈ പെണ്ണ് പറയാണ്, ഉണ്ടതെങ്കിൽ വന്ന് കാണാൻ ഉണ്ട് മോഹം പൊന്നെ, ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടെ അന്ന് തന്നെ. എന്റെ പൊന്നും മാരരെ പിന്നെന്തിനീ വെറുപ്പ്, വെച്ചിടുന്നു എന്റെ മേലിൽ ചിന്തയിൽ മൂഷിപ്പ്. ചക്ക് പാലം മേലിരുന്ന് ചക്കര തിന്നാലും നിശ്ചയം പുണ്ണാക്കാണതെന്ന് ചിലർ പോലും. എന്നെ നിങ്ങൾ ഒയ്യെ തൊട്ടിട്ടില്ല മറ്റൊരാണ്, എമ്പിടുന്നു കൊണ്ടുവിട്ടി തങ്ങളെ കാലാണ്. കൊണ്ടോട്ടി തങ്ങളുടെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ചീത്തയായിട്ടില്ല എന്ന്. ഒരുപാടുണ്ട് ഈ പാട്ടോ ഞാൻ പാടുന്നുണ്ട്. പക്ഷെ ഈ കത്ത് അവിടെത്തിയപ്പോ ഈ ഹസൻ കുട്ടിക്ക് തെറ്റിദ്ധാരണ നീങ്ങിയെന്നും ജയിൽവാസത്തിന് ശേഷം ഇവരുടെ ജീവിതം സൗഹൃദപരമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി എന്നുമാണ്.
ഇന്ന് ഇതേപോലെ ഒരു പാട്ട് എഴുതിയാൽ കുറച്ചുകൂടി വിട്ടു നിൽക്കും. അതാണ് നമ്മുടെ ഒരു സമീപനം. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ചരിത്രമായതുകൊണ്ട് പറയാം. അല്ലാതെ നിങ്ങളിപ്പോൾ വലിയ കാര്യങ്ങൾ കേരളത്തിലെ പ്രഗത്ഭരായ പാട്ടുകാരുടെ കൂടെ ഒന്നും എൻ്റെ പേര് നിങ്ങൾ കേൾക്കില്ല. ഞാൻ നേരത്തെ പറയുന്നത് പോലെ നല്ല എളുപ്പമല്ല പാടാൻ എനിക്കറിയാം. എന്നെ ഇവിടെ ക്ഷണിച്ചതിന്, നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കുന്നതിന് സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്ര നേരം എന്നെ സഹിച്ചതിന് അതിലേറെ നന്ദി. കാരണം നിങ്ങൾ ഒരുപാട് ക്ഷമാശീലമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് പിന്നൊരിക്കൽ കാണാം. ഞാൻ എൻ്റെ സംസാരത്തിൽ ഈ സദസ്സിൻ്റെ ഭംഗി കുറക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അല്ലാതെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പാട്ടുകാരുടെയും പാട്ടുകൾ കൈകാര്യം ചെയ്ത പ്രഗത്ഭരായ പ്രതിഭകളുടെയും മേന്മയായി നിങ്ങൾ കണക്കിലെടുക്കുക. ഈ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി ഞാൻ രംഗം വഴിയും. ആകാശത്തുള്ള നിങ്ങൾ കേട്ട പാട്ടാണ്. ആകാശത്തുള്ള അമ്പിളി അമ്മാവനോടൊരു കൊച്ചുകുട്ടി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അതും 25 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണെങ്കിലും ഇപ്പോഴാണ് കൂടുതൽ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടിയുടെ ചോദ്യമാണ്: കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമ ചൊല്ലൂലേ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ, മണ്ണിലെ പോലെ ജാതിയുണ്ടോ, മണ്ണിലെ പോലെ ജാതിയുണ്ടോ, അമ്പരവീഥിയിൽ അംഗം നടത്തുവാൻ അമ്പലമുണ്ടോ പള്ളിയുണ്ടോ, അമ്പരവീഥിയിൽ അംഗം നടത്തുവാൻ അമ്പലമുണ്ടോ പള്ളിയുണ്ടോ, പള്ളിക്കുളത്തിലും ക്ഷേത്രക്കുളത്തിലും വെള്ളം കലക്കിയതാരാവാം, പള്ളിക്കുളത്തിലും ക്ഷേത്രക്കുളത്തിലും വെള്ളം കലക്കിയതാരാണ്, കമ്പിളിക്കാറിൽ ചൂരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമ ചൊല്ലൂലേ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ, മണ്ണിലെ പോലെ ജാതിയുണ്ടോ, ജാതി നോക്കാതാളെ പാരിൽ കുളിപ്പിച്ച് നീതി നടത്തുന്നൊരമ്മാവാ, ജാതി നോക്കാതാളെ പാരിൽ കുളിപ്പിച്ച് നീതി നടത്തുന്നൊരമ്മാവാ, ചെണ്ടയടിക്കാരും ബാങ്ക് വിളിക്കാരും ശണ്ഠയ്ക്ക് ഒരുങ്ങി വരാറുണ്ടോ, ചെണ്ടയടിക്കാരും ബാങ്ക് വിളിക്കാരും ശണ്ഠയ്ക്ക് ഒരുങ്ങി വരാറുണ്ടോ, കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമ ചൊല്ലൂലേ,